Hello, welcome to market discussion of the day. Today, April 30th, 2026, Thursday ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ബാച്ച് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ബാച്ച് അടുത്ത തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ രാത്രി ഇന്ത്യൻ ടൈമിംഗ് 8:30 മണിക്കാണ് ക്ലാസ്. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ക്ലാസ്സാണ്. സോ 7 ദിവസവും കയറാൻ പറ്റും. ഈ ഒരു പർട്ടിക്കുലർ ടൈമിൽ നിങ്ങൾക്ക് ഇന്ത്യൻ ടൈമിൽ കയറാൻ പറ്റും എങ്കിൽ മാത്രം മെസ്സേജ് അയയ്ക്കുക എന്നുള്ളത് എൻ്റെ റിക്വസ്റ്റ് മാത്രമാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്, നമുക്കറിയാം ഇന്നലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ആയിരുന്നു. അതുകൊണ്ടിട്ട് തന്നെ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ഫെഡിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് വന്നു. അത് 3.75% തന്നെയാണ് കഴിഞ്ഞ വർഷവും അതിൻ്റെ കഴിഞ്ഞ മാസവും 3.75 തന്നെയായിരുന്നു. ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയിട്ടുമില്ല കുറച്ചിട്ടുമില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. ഓക്കെ, സോ ബേസിക്കലി ഇത് എന്താ പറയുക, ഇത് വളരെ വലിയ രീതിയിൽ മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ കാരണം മാർക്കറ്റ് നല്ല രീതിയിൽ താഴോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, 4700 നിന്ന് 4530 മാർക്കറ്റ് ഇന്നലെയും ഇന്നുമായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ബേസിക്കലി ഇപ്പോൾ 4530 ടു 4580 ഇടയ്ക്ക് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ടുള്ള FOMC സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. സോ വളരെ വളരെ എന്താ പറയുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഫെഡ് ചെയർ പവൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിൽ മെയിനായിട്ടും എന്താ പറയുക, നമുക്ക് ഇപ്പം ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, 3.75 എന്ന് കുറച്ചിട്ടില്ല. സോ നമ്മളുടെ ഈ പറയുന്ന ഈ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനകത്ത് 4 പേരിൽ 3 പേരും അത് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്നതിനെ പറ്റി തിങ്ക് ചെയ്യുക പോലും ചെയ്യരുത് എന്നുള്ളൊരു കാര്യം പറഞ്ഞപ്പോൾ ഒരു 0.25 കുറയ്ക്കണം എന്ന് അതിൽ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ കുറച്ചിട്ടില്ല. സോ ബേസിക്കലി എന്താ പറയുക, നമ്മളുടെ ഈ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസൊക്കെ കൂടി നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ, ബേസിക്കലി റഷ്യ ഈ പറയുന്ന വാറ് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഈ ഓയിലിൻ്റെ പ്രൈസ് കൂടുന്നതിനനുസരിച്ച് നമ്മളുടെ എന്താ പറയുക, നമ്മുടെ വലിയ രീതിയിലുള്ള ഇൻഫ്ലേഷൻ ഉണ്ടാവുന്ന കാരണം ഫെഡിന് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനായിട്ടുള്ള പോസിബിലിറ്റിയും വളരെ കുറവായിരുന്നു അല്ലേ. സോ ബേസിക്കലി അതൊക്കെ ആയിരുന്നു നടന്നത്. അതിൻ്റെ അവിടെ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് പ്രമാണിച്ച് നടന്നിട്ടുള്ള കാര്യങ്ങൾ അല്ലേ. സോ പവലിൻ്റെ സ്പീച്ചിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, ഫെഡ് ആസ് എന്താ പറയുക, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഫെഡിൻ്റെ ഇൻഡിപെൻഡൻസ് ഈസ് ഇൻ ഹെവി റിസ്ക് എന്നുള്ളതാണ് പവല് പറഞ്ഞത്. ഓക്കെ, സോ ഫെഡ് ഒരു ലീഗൽ അസോൾട്ടിൽ നിൽക്കുകയാണ് എന്നൊക്കെയുള്ള സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ അത് എന്താ പറയുക, പുള്ളിക്കാരൻ പറഞ്ഞിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പൊളിറ്റിക്കൽ പ്രഷർ കാരണം വലിയൊരു പ്രശ്നത്തിലോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഡൊണാൾഡ് ട്രംപിനെയാണ് പുള്ളിക്കാരൻ പറഞ്ഞത് എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കാം. ഓക്കെ, സോ അതേപോലെ പുള്ളിക്കാരൻ മൂവ് ചെയ്യുന്നില്ല. ഫെഡ് ചെയർ പദവി എന്നല്ല, ഉറപ്പായിട്ടും പുള്ളിക്കാരൻ്റെ ഫെഡ് ചെയർ പദവി മെയ്യോടെ തീരുകയാണ്. ഓക്കെ, പക്ഷേ പുള്ളിക്കാരൻ ഉറപ്പായിട്ടും ഫെഡ് ബോർഡ് ഓഫ് ഗവർണേഴ്സിൽ ഉണ്ടാകും എന്നുള്ളൊരു കാര്യം, അല്ലെങ്കിൽ ഫെഡിൻ്റെ കറണ്ട് ലീഗൽ ആൻഡ് പൊളിറ്റിക്കൽ ചേഞ്ചസ് മനസ്സിലാക്കാനായിട്ട് പുള്ളിക്കാരൻ ആ ഒരു ഫെഡ് ബോർഡ് ഓഫ് ഗവർണേഴ്സിൽ ഉണ്ടാകും എന്നുള്ളൊരു കാര്യം കൂടെ പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ എന്താ പറയുക, നമ്മളുടെ ഈ പറയുന്ന US എക്കണോമി എടുത്തു കഴിഞ്ഞാൽ കൺസ്യൂമറിൻ്റെ സ്പെൻഡിങ് കൂടുകയും അതേപോലെ ജോബിൻ്റെ ഗ്രോത്ത് കുറയുകയും ചെയ്യുന്നു. അത് വലിയൊരു ടെൻഷൻ ഉണ്ടാക്കുന്നു. ഓക്കെ, ഒരു വലിയൊരു ഇൻഫ്ലേഷൻ ഉണ്ടാക്കാനായിട്ടുള്ള പോസിബിലിറ്റിയാണ് ഉള്ളതെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. സോ അതേപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലുള്ള ടെൻഷനെക്കുറിച്ചും പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു അൺസർട്ടനിറ്റിയെക്കുറിച്ച് പുള്ളിക്കാരൻ പറഞ്ഞത് വെയിറ്റ് ആൻഡ് സീ എന്നുള്ളൊരു കാര്യമാണ്. സോ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. അതുകൊണ്ടിട്ട് തന്നെ ഒരു മാറ്റവും ഇല്ലാതെ 3 മാസം കടന്നുപോയി എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, പക്ഷേ അടുത്ത മാസം അങ്ങനെ ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. കാരണം പുതിയ ഫെഡറൽ ചെയർമാൻ വരാൻ പോവുകയാണത് കെവിൻ വാഷ് എന്ന് പറയുന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ ആളായിരിക്കും. ഓക്കെ, സോ അതിലും ഒരു പ്രോബ്ലം ഉള്ളത് എന്താ വെച്ചാൽ, 13 മെമ്പേഴ്സ് റിപ്പബ്ലിക്കൻ പാർട്ടിയിലുണ്ടെങ്കിൽ ഡെമോക്രാറ്റ്സിൽ 11 പേരാണുള്ളത്. പക്ഷേ അങ്ങനെ ആണെങ്കിൽ 13-11 എന്ന നിലയിൽ ഉറപ്പായിട്ട് കെവിൻ വാഷിന് ജയിക്കും. പക്ഷേ റിപ്പബ്ലിക്കൻസിനകത്ത് ഒരാൾ കെവിൻ വാഷിന് വോട്ട് ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അതിൻ്റെ റീസൺ ബിക്കോസ് നമ്മുടെ ഡൊണാൾഡ് ട്രംപ് ഈ പവലിനെതിരെ കൊടുത്തിട്ടുള്ള കേസുകൾ, അലിഗേഷൻസ്
മാറ്റണം എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു കാര്യം കൂടെ അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കി പോവുക. ഓക്കെ, സോ ഇവിടെയും എന്താ പറയുക, ഇത് എന്താണ് ആക്ച്വലി നമ്മൾ ഗോൾഡിൽ ഇനി സംഭവിക്കുക, ഈ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷനിലൂടെ മോർ ഹോക്കിഷാണ്, പക്ഷേ ഭയങ്കര ലെവലിൽ ഹോക്കിഷായിട്ട് നിൽക്കും എന്നുള്ള കാര്യങ്ങളൊന്നും പ്രഖ്യാപനങ്ങളോ അല്ലെങ്കിൽ സംസാരങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. സോ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത് അങ്ങനെ എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ ഉണ്ടായാൽ ഗോൾഡ് വീണ്ടും ഒരു $500 എങ്കിലും അല്ലെങ്കിൽ ഒരു 3800 വീഴാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത്. ഞാൻ ഇന്നലെ റീലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ നമ്മൾ ഓഫ് കോഴ്സ് ഡൗൺ ട്രെൻഡാണ്, പക്ഷേ വെയിറ്റ് ആൻഡ് സി എന്ന് പറയുന്ന ഒരു പോളിസി എടുക്കാം എന്നുള്ളതാണ് നമ്മുടെ ജെറോം പവൽ, ഫെഡ് ചെയർമാൻ ജെറോം പവൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ഈ ഒരു കാര്യം കൊണ്ടിട്ട് തന്നെ പെട്ടെന്ന് ഗോൾഡ് താഴോട്ട് പോകുമോ എന്നുള്ളൊരു കാര്യത്തിനകത്ത് എനിക്ക് നല്ല രീതിയിലുള്ള സംശയമുണ്ട്, അൺലെസ് വേറെ എന്തെങ്കിലും സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ ഇതാണ് എനിക്ക് നമ്മളുടെ പൊളിറ്റിക്കൽ സൈഡിൽ നിന്നും അല്ലെങ്കിൽ എക്കണോമിക്സ് ബേസ് ചെയ്ത് നമ്മുടെ ഫെഡറൽ ചെയർമാൻ അല്ലെങ്കിൽ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഇന്നലെ വന്നിട്ടുള്ള ഡിസിഷൻ വെച്ച് എനിക്ക് പറയാനായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, സോ അതേപോലെ തന്നെ നമുക്ക് നമ്മളുടെ പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകളൊന്നുമില്ല. പക്ഷേ എന്നിരുന്നാലും US-ഉം ഇറാനും തമ്മിലുള്ള ആ ഒരു പ്രോബ്ലത്തിനകത്ത് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിട്ടുള്ളത് മാരിടൈം ബ്ലോക്കേഡ് ഓൺ ഇറാൻ അത് വെച്ചിരിക്കും, അതൊരു ന്യൂക്ലിയർ എഗ്രിമെൻറ്റ് റീച്ച് ആവുന്നത് വരെ ആ ഒരു ബ്ലോക്കേഡ് ഉണ്ടാകും. അതായത് ഇറാനിൽ നിന്നോ ഓയിൽ സപ്ലൈ അല്ലെങ്കിൽ വിൽക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്ന ടാങ്കേഴ്സിനെ പിടിച്ചു നിർത്തുകയോ അല്ലെങ്കിൽ അവരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യും എന്നുള്ളൊരു കാര്യം ആണ് ട്രംപ് പറഞ്ഞിട്ടുള്ളൊരു കാര്യം. ഓക്കെ, അതേപോലെ ഒരു ഒപ്പിക് എയ്ഡ് വന്നിട്ടുണ്ടായിരുന്നു. ഒപ്പിക് എയ്ഡ് എന്ന് പറയുമ്പോൾ $1.5 ബില്യൺ അതായത് ഒരു ഓൾമോസ്റ്റ് 12,000 കോടി ഇന്ത്യൻ റുപ്പീസ് ആയിരിക്കും എന്താ പറയുക പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന കൺട്രീസിന് വേണ്ടിയിട്ട് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ഓയിലിൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കൺട്രീസിന് വേണ്ടിയിട്ട് എന്താ പറയുക കൊടുക്കാനായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ഫണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഒപെക് എയ്ഡ് എന്ന് പറയും അതിനെ. ഓക്കെ, സോ അങ്ങനത്തുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളുടെ വേൾഡിൽ നടന്നിട്ടുണ്ട് 2 ദിവസങ്ങളായിട്ട് എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. സോ ഞാൻ ഇത് നമ്മളുടെ എന്താ പറയുക ഫസ്റ്റ് ന്യൂസ് ആക്ച്വലി മനസ്സിലായില്ലേ, നമ്മുടെ ഓയിൽ ഇറാനിൽ നിന്ന് പോകത്തില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ ഓയിലിൻ്റെ പ്രൈസ് ഇനിയും കൂടും. അതിലൂടെ ഗോൾഡിൽ എന്താ സംഭവിക്കുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ തന്നെ ചിന്തിച്ച് ഒരു തീരുമാനം എടുക്കുക. ഓക്കെ, സോ കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്. സോ അതിന് മുന്നേ ആയിട്ട് നമ്മളുടെ എന്താ പറയുക, ഞാൻ പല ആൾക്കാരും എൻ്റെ അടുത്ത് ഏത് ബ്രോക്കറാണ് യൂസ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ബ്രോക്കർ സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞൊരു ബ്രോക്കറാണ്. സോ സ്റ്റാർ ട്രേഡറിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ ഏതൊരു ബ്രോക്കർ യൂസ് ചെയ്താലും, ഞാൻ സ്റ്റാർ ട്രേഡർ മാത്രമല്ല, ഞാൻ വാൻറ്റേജ് എന്ന് പറയുന്നൊരു ബ്രോക്കറിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ VT മാർക്കറ്റ്, അങ്ങനെ ഒരുപാട് ബ്രോക്കേഴ്സിൽ ഞാൻ ട്രേഡ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഞാൻ കമൻറ്റ് ചെയ്യുന്ന സ്റ്റാറിൻ്റെ റീസൺ എന്താ വെച്ചാൽ അതിന് പ്രോപ്പറായിട്ടുള്ള റെഗുലേഷൻ, ഈവൻ വാൻറ്റേജിലും പ്രോപ്പർ റെഗുലേഷൻസ് ഉണ്ട്, പ്രോപ്പറായിട്ടുള്ള റെഗുലേഷൻസും ഉണ്ട്. അതേപോലെ തന്നെ അവർ നല്ല രീതിയിലുള്ള പ്രൊമോഷൻസ് കൊടുക്കുന്നത്. അതായത് ഒരു പുതിയൊരു ട്രേഡർ വന്നു കഴിഞ്ഞാൽ $500 50% ബോണസും ടോട്ടൽ എത്രയാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതിൻ്റെ 20% ബോണസും കമ്പനി തരുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട് കമ്പനിയുടെ പ്രൊഫൈലിൽ കയറി നോക്കുക, എന്തോ ഒരു ചെറിയൊരു ഇത് പറ്റിയിട്ടുണ്ട്, അതാണ് അതിനകത്ത് കയറാൻ പറ്റാത്തത്. ഓക്കെ, സോ പ്രൊമോഷനിൽ കയറി കഴിഞ്ഞാൽ $500 50% ടോട്ടൽ എത്രയാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതിൻ്റെ 20% ബോണസും കിട്ടുന്നുണ്ട്. യൂറോപ്യൻ ക്ലയൻസ് ആണെങ്കിൽ $1,000 100% ബോണസാണ് കമ്പനി കൊടുക്കുന്നത്. ഓക്കെ, സോ കമ്പനിയുടെ റെഗുലേഷൻ നോക്കിക്കഴിഞ്ഞാൽ UAE ബേസ് ചെയ്തിട്ടുള്ള CMAയുടെ റെഗുലേഷൻ, ഓസ്ട്രേലിയ ബേസ് ചെയ്തിട്ടുള്ള ASICയുടെ റെഗുലേഷൻ, സൗത്ത് ആഫ്രിക്ക ബേസ് ചെയ്തിട്ടുള്ള FSCയുടെ റെഗുലേഷനും ഉള്ളൊരു കമ്പനിയാണ്. ഓക്കെ, സോ കഴിഞ്ഞ വട്ടം സ്പോൺസർഷിപ്പ് NBA സ്പോൺസർഷിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ കഴിഞ്ഞ ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ UAE ടീമിനെ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്താ പറയുക വിശ്വസിച്ച് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനിയാണ് എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നമ്മുടെ USD JPY തന്നെ പോവാം. ഓക്കെ, സോ USD JPY എന്ന് പറയുന്ന സംഭവം. ഓക്കെ, സോ USD JPY എവിടെ എത്തി എന്ന് നോക്കുക. USD JPY 160 എന്ന് പറയുന്ന ബാരിയറൊക്കെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കാം. ഓക്കെ, അത് ഭയങ്കര വലിയൊരു ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കുറേ കാലമായിട്ട്. പക്ഷേ കുറച്ച് മാർക്കറ്റ് ഓപ്പണിങ്സിന് 160 മുകളിലായിട്ട് മാർക്കറ്റ് പോയത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. ഓക്കെ, US ഡോളറിന് സ്ട്രെങ്തൻ ആവുകയാണ് ഇവിടെ ഡയറക്റ്റ്ലി ഉണ്ടായത്. ഓക്കെ, സോ ബേസിക്കലി 160 അവിടെ വീണ്ടും നമുക്ക് കിട്ടിയാൽ അവിടുന്ന് ബൈ ചെയ്ത്
ചെയ്ത് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ് എനിക്ക് നമ്മുടെ USD JPY പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ 160 അവിടുന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ 158.40 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം, നിർബന്ധമായിട്ടും വെക്കണം. നിങ്ങളുടെ ഔചിത്യം അനുസരിച്ച് നിങ്ങൾ TP എടുത്ത് പോയാലും മതി. ഓക്കെ, സോ നേരെ നമ്മൾ GBP USDയിലോട്ട് വരാം. GBP ഒരു ഡൗൺ ട്രെൻഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ഡൗൺ ട്രെൻഡിൽ നമ്മളുടെ ഇന്നത്തെ ഒരു റേഞ്ച്, നമ്മളുടെ USD JPYയുടെ റേഞ്ച് നമ്മൾ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 159 ലോവർ സൈഡിലും 162.5 അപ്പർ സൈഡിലുമാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇന്നത്തെ ദിവസം എത്തുമെന്നല്ല, ഈ ഒരു ആഴ്ച ഇന്ന് നാളെയായിട്ടൊക്കെ ഇതാണ് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ നമ്മൾ GBPയിലോട്ട് വരാം. 1.340 to 1.3580 ആണ് ഒരു ലാർജർ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വീക്ക്ലി റേഞ്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇന്നത്തെ എൻട്രി നമ്മൾ നോക്കുകയാണെങ്കിൽ 1.3500 അവിടെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. 1.3480 to 1.3500 ഇടയ്ക്ക് വെച്ച് നമുക്ക് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് സ്റ്റോപ്പ് ലോസ് 1.3540 അവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചാൽ ഫസ്റ്റ് ടേക്ക് പ്രോഫിറ്റ് 1.3420, സെക്കൻഡ് ടേക്ക് പ്രോഫിറ്റ് 1.3380 അവിടെ നമുക്ക് സെക്കൻഡ് ടേക്ക് പ്രോഫിറ്റും വെച്ച് പോവുകയും ചെയ്യാം. ഓക്കെ, സോ യൂറോയിലോട്ട് വരാം. യൂറോ നമുക്ക് ആക്ച്വലി യൂറോ 1.1662 നിൽക്കുന്നു. ഓക്കെ, ബെയറിഷാണ് മാർക്കറ്റ്. സോ ഒരു വൈഡ് റേഞ്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ 1.1550 to 1.1780 ആണ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് യൂറോയിലെ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.1680 to 1.1700 ആണ്. സ്റ്റോപ്പ് ലോസ് എന്ന് പറയുമ്പോൾ 1.1610. സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.1730 ആണ് സ്റ്റോപ്പ് ലോസ്. ഫസ്റ്റ് ടേക്ക് പ്രോഫിറ്റ് 1.1610 ടു സെക്കൻഡ് ടേക്ക് പ്രോഫിറ്റ് 1.1570 ആണ് സെക്കൻഡ് TP ആയിട്ട് നമ്മൾ വെച്ച് പോകേണ്ടത്. ഓക്കെ, ഗോൾഡിലോട്ട് പോവാം. ഗോൾഡ് ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ XAUSD ആണ് ഇവിടെ 4565. ഓക്കെ, സോ നമുക്ക് 4570 to 4580 ഇടയ്ക്കുന്ന് നമുക്ക് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ അവിടുന്ന് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് 4610 മുകളിലായിട്ട് വൈഡൻ ഇടുകയാണ് എങ്കിൽ നമുക്കൊരു 4530 ലെവലിലൊക്കെ നമുക്ക് TP കൊടുത്ത് പോവുകയും ചെയ്യാം. ഓക്കെ, 30-35 ലെവലിൽ നമുക്ക് TP കൊടുത്ത് പോവുകയും ചെയ്യാം. ഓക്കെ, സോ ഇതാണ് എനിക്ക് ഗോൾഡിൽ പറഞ്ഞു പോകാനായിട്ടുള്ളത് ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇതൊക്കെയാണ് ആക്ച്വലി ഇന്നത്തെ നമുക്ക് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ട്രെൻഡിന് അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കാതിരിക്കുക, പ്രത്യേകിച്ച് ഗോൾഡിൽ ട്രെൻഡിനനുസരിച്ച് പോകുന്നതായിരിക്കും ബെറ്റർ. ഒരു കാരണവശാലും ട്രെൻഡിന് അഗെയിൻസ്റ്റ് പോകരുത്. എല്ലാ ട്രേഡ്സും സ്റ്റോപ്പ് ലോസ് ഇടുക എന്ന് ഉള്ളത് നിർബന്ധമാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, നമ്മളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു പ്രൊട്ടക്റ്റ് അവർ ക്യാപിറ്റൽ ആൻഡ് ദെൻ ബിൽഡ് അവർ വെൽത്ത്. താങ്ക് യു സോ മച്ച്.